ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മൾ പുതിയ കോട്ടൺ വാക്സ് ബാട്ടിക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇതുവരെ ഓർഡർ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ റിക്കൂട്ടൻ ഇതാ കത്രിക എടുത്തിട്ട് അവൻ മുറിക്കും നട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ റിക്കൂട്ടൻ വണ്ടിയിൽ കളിക്കുമായിരുന്നേ. ഇപ്പം തന്നെ കണ്ടപാട് ഇവൻ എന്നോട് വന്നിട്ട് പറയാന്നേ, അമ്മ പൂജയെ കത്രിക എടുക്കട്ടെ, അമ്മ പൂജക്ക് കത്രിക വേണ്ടേന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടി ഇതെല്ലാം ഇങ്ങനെ നോക്കി നിരീക്ഷിച്ച് നിൽക്കുന്നിരുന്ന കാര്യം ഞാൻ അന്നാണ് ആ ഒരു സമയത്താണ് കേട്ടോ മനസ്സിലാക്കിയത്. എന്തോ ആയിപ്പോയി പെട്ടെന്ന് റിക്കോ അത് ചോദിച്ചപ്പോൾ. അപ്പോൾ ഓൻ തന്നെ ഓടിപ്പോയിട്ട് കത്രിക എടുത്തിട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ റിക്കൂട്ട മുറിച്ചോന്നെല്ലാം പറഞ്ഞിട്ട് ഓനാന്ന് അതിൻ്റെ പുറത്തുള്ള കുഞ്ഞു ഭാഗങ്ങളെല്ലാം മുറിച്ച് തന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മുളത്തെ കെട്ടെല്ലാം റിക്കൂട്ടൻ തന്നെ ആട്ടാ മുറിച്ചത്. അപ്പം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് ജസ്റ്റ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമ്മളെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടും കേട്ടോ. അപ്പോൾ എന്തോ ഭയങ്കര സന്തോഷവും എന്തോ ഒരു വിഷമം അങ്ങനെ എന്തെല്ലോ ഒരു ഫീലിങ്സ് ആയിരുന്നു അപ്പോൾ എനിക്ക് റിക്കൂട്ടിനത് പറഞ്ഞപ്പോൾ തോന്നിയത് കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ എന്തിനാ ഈ സാധനം തന്നെ എടുക്കുന്നതെന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്കും ഇത് കണ്ട് മടുത്തതാണ്. പക്ഷേങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ചെരിഞ്ഞിട്ട് അതായിരിക്കും വേണ്ടാണ്ട് എൻ്റെ പൈസയും പോയി പിന്നെ നിങ്ങൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ എല്ലാം തകർത്ത് വെക്കണമെല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇത് തന്നെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വിരലും എന്താ പറയുക സോൾഡ് ഔട്ടായി പോകലും എല്ലാം ഒന്നിച്ചിട്ടാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം അത്രയും മീൻസ് വാങ്ങിയവർ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ വാരിക്കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം സോർട്ട് ഔട്ട് ചെയ്യണം. അതൊക്കെ ഞാൻ പിന്നെ വേറൊരു ബ്ലോഗ് കാണിച്ചു തരാം. അങ്ങനെ റിക്കൂട്ടിന് ഉറങ്ങി എണീച്ച് വന്നിട്ടുണ്ട്. അവൻ ഉറങ്ങി എണീക്കുന്ന മുന്നേ എന്നെ പണി തീർക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടന്നിട്ടില്ല. റിക്കൂട്ടൻ പിന്നെ ഇവിടെ വണ്ടി ഓടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഈ കാണുന്ന പച്ച കളറിലാണ് നമ്മളെ ചുരിദാർ മെറ്റീരിയൽ ഉള്ളത്. പുറകിലത്തെ ഡിസൈൻ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ ഇതാണ് ഷോള് വരുന്നത്. നമ്മളെ കോഫി ബ്രൗൺ അല്ല, അതിലും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ ഷോളാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് പ്രിൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു കോഫി ബ്രൗൺ അല്ല അതിലും ലൈറ്റാണ്. ആ ഒരു ഷെയ്ഡിലാണ് നമ്മളെ പാൻറ്റിൻ്റെ തുണിയും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ ബ്രൈറ്റ് കളറൊന്നും നമ്മളെപ്പോലത്തെ ഇത് ആൾക്കൊന്നും ചേരൂലാന്ന്. പക്ഷേങ്കിൽ ഈ ഒരു കളർ ഞാനിങ്ങനെ ഞാൻ തന്നെ വെക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മളെ ഫേസ് ഒന്നും ഒരു ബ്രൈറ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ കേട്ടോ. ഇത് റെഡ് അല്ല, ഈ ഒരു കളറാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ പ്രിൻറ്റ് വരും, പുറകിൽ അതുപോലത്തെ ഒരു പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു പച്ച കളറാണ് നമ്മളെ ഷോള് വന്നിട്ട് കേട്ടോ. ഒരു ലൈറ്റ് പച്ച, കട്ടിപ്പച്ചൻ്റെ ഒരു ലൈറ്റ് പച്ച അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഷോള് എന്ന് പറയുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് കാണിച്ചു തരാം. നമ്മൾ ആ ഷോളിൻ്റെ ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതാണ് നമ്മളെ പാൻറ്റിൻ്റെ തുണിയും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പറയാമെന്ന്, ഇതിൻ്റെ നമുക്ക് പാൻറ്റിൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് അടിക്കാം. ഇത്തിരി ഹൈറ്റ് കൂടിയ ആളുകളാണെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ തുണീനെ കൊണ്ട് ടോപ്പ് അടിക്കാൻ പറ്റൂല കേട്ടോ. ഇപ്പോൾ ഒരു എൻ്റെ എല്ലാം ഹൈറ്റ് അല്ല എന്നെക്കാൾ ഇത്തിരിയും കൂടി ഉള്ളവരാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടോപ്പും അതിനെ കൊണ്ടടിക്കാം. അപ്പോൾ റിക്കൂട്ടിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് ആ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട്. പിന്നെ ഓൻ തന്നെ എണീച്ച് പോയി. അമ്മ വിളിച്ചതാണ് ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ അടുത്തത് വന്നിട്ട് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ്. നമ്മളെല്ലാ സ്റ്റോക്കിലും ഉണ്ടാകുന്ന ഒരു കോംബോ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഈ റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന 2 പീസ് അവൈലബിൾ ആണ്. മീൻസ് പ്രിൻറ്റ് മാറ്റം വരുന്ന 2 അവൈലബിൾ ആണ്. ഞാൻ ഇങ്ങനെ റെഡൊന്നും എനിക്കൊരിക്കലും ചേരൂല എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇതിങ്ങനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഫേസ് ഒരു ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അടുത്ത് വന്നിട്ട് ഈ ഒരു പച്ചയാണ്, ഒരു നീലപ്പച്ച കളറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. താഴെ വേറെ പ്രിൻ്റ് ഉണ്ട്, മുകളിൽ നല്ല പ്രിൻറ്റ്, പിന്നെ പുറകിൽ ഇതുപോലെ കുഞ്ഞു പൂക്കളുടെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോള് വന്നിട്ട് ഈ ഒരു നമ്മളെ ഗ്രേപ്സിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കട്ടി കളറാണ് കേട്ടോ. ഇത് വന്നിട്ട് ബ്രൗൺ അല്ല, ആ ഒരു ഗ്രേപ്പിൻ്റെ കളറാണ്. പിന്നെ ഓരോ ഫോണിൻ്റെ മാറ്റമുണ്ട്, അതുകൊണ്ട് കളറിൽ ചെറിയ വ്യത്യാസം വരാം. ഇതുപോലെയാണ് പാൻറ്റ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത വന്നിട്ട് നമ്മളെ ഈ ഒരു ഇതും സംഭവം ബ്രൈറ്റ് റെഡ് അല്ല കേട്ടോ. എൻ്റെ ഫോണിൽ അങ്ങനെ നല്ല റെഡായിട്ട് തോന്നുന്നതാണ്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ പുറകിൽ പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന പ്രിൻ്റ് കേട്ടോ.
ഞാനും ഐസ്ക്രീം എന്നിട്ട് തൊണ്ടക്ക് ചെറിയൊരു കിച്ച് കിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാ ഈ ഒരു ഗ്രേ കളറാണ്. പിന്നെ അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മളെ പാൻറ്റിൻ്റെ തുണിയും ഇതുപോലത്തെ ആ ഒരു ചാര കളറാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളെ റെഡ് ആൻഡ് ബ്ലാക്ക് ഉള്ള കോംബോ ഇല്ലേ, അതിൽ വരുന്നതാണ്. ഇതുപോലെ ബ്രൈറ്റ് റെഡ് ആയിട്ട് തന്നെയാണ് നമ്മളെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഫോണിൽ കാണുന്നത് ഈ സെയിം കളർ തന്നെയാണ്, ഇതുപോലത്തെ റെഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഷോള് വന്നിട്ട് ബ്ലാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് ബ്ലാക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോംബോ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച റെഡും ബ്ലാക്കും പോലെ തന്നെ പ്രിൻറ്റിൽ മാറ്റുന്ന കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു നീലപ്പച്ച കളർ കേട്ടോ. അപ്പോൾ ഇതിൽ ഇതുപോലെ താഴെ പ്രിൻറ്റ് വരുന്നുണ്ട്, മുകളിൽ വരുന്നുണ്ട്. പിന്നെ പുറകിൽ ഇതുപോലെ ചക്രം പോലത്തെ ഒരു എന്താ പറയുക പ്രിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഇതിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ്, ആ ഒരു കാവി കളർ പോലെ തന്നെ ഇത് കേട്ടോ. സെയിം ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ വിചാരിക്കാൻ എൻ്റെ ഇതിലിങ്ങനെ ദേഹത്ത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് കളർ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു പച്ച കളറാണ്, നമ്മളെ നല്ല പച്ച എന്ന് പറയില്ല, ആ ഒരു പച്ച കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് പുറകിൽ ഇതുപോലെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഷോള് വന്നിട്ട് ഈ ഒരു നമ്മളെ പിങ്കില്ലേ, ആ ഒരു പിങ്ക് കളറാണ്. അപ്പോൾ അമ്മ റിക്കൂഡിന് പുറകുന്ന ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കോംബോ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചിലപ്പം ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാകും, കാരണം പലതും ചിലപ്പം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുക, ഞാൻ താഴെ കൊടുത്ത നമ്പറില്ല അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നമ്മളെ അടുത്തത് വന്നിട്ട് ഇങ്ങനെ വരും. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഇതിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഗ്രേ ഷോള് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണിയും വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പാൻറ്റ്, ഗ്രേ കളർ പാൻറ്റിൻ്റെ തുണിയും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് സ്റ്റോക്കിൽ ഉണ്ടായതാണ്. പിന്നെ അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു റെഡ്, ഇത് ഇത്ര കട്ട് റെഡ് അല്ല കേട്ടോ, ഇതിലും കൂടി കുറച്ചുകൂടി ഡിമ്മായ കളറാണ്. പക്ഷേ എൻ്റെ ഫോണിൽ ബ്രൈറ്റായിട്ട് തോന്നുന്നതാണ്, ഇത്രയും കൂടി കളർ കുറവുണ്ട് കേട്ടോ ഇതിന്, ഇത്രക്ക് റെഡില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് ഒരു പച്ച, നല്ല പ്യൂർ പച്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു നീലപ്പച്ച പോലെ തന്നെ ഷോളും അതുപോലെ നീലപ്പച്ച പാൻറ്റുമാണ് കേട്ടോ വരുന്നത്. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ ആരും മടിക്കേണ്ട, താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അയക്കാനുള്ളത് ഇത്രയും നമുക്കുണ്ട്. അപ്പോൾ ഇത് നാളെ അയക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ആയിരിക്കെങ്കിലും വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതാ ഇത്ര പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മെറ്റീരിയലൊന്നും വാങ്ങാൻ താല്പര്യമുള്ളെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.